ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മൈദയിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതേ അളവ് തന്നെയാണ് 2 ഗ്ലാസ് ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പൊടി അളന്നിട്ടെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ 2 ഗ്ലാസ് പാലും നമ്മൾ ഇതിലേക്ക് ഒന്നിച്ച് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഒന്നിച്ച് നമ്മൾ ഒഴിച്ചിട്ട് കലക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകും കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. തേങ്ങാപ്പാൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കിട്ടാത്തവരാണെങ്കിലും കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, അതൊന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു തേങ്ങയുടെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേശ്ശെ പാലൊഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പൊടിയുടെ അതേ അളവ് തന്നെയാണ് നമ്മൾ പാലെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പാലിന് പകരം വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി ഇതേപോലെ കലക്കി ചൂടാറുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ കട്ടയില്ലാണ്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ പാകമാണോ നോക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാവും നമുക്ക് മാവ് കിട്ടുക. പൊടിയുടെ അതേ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ പാൽ. അപ്പോൾ പിന്നെ പാകം തെറ്റൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിതൊരു തവയോ പാനോ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ദോശക്കല്ലോ ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചുവിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ 2 ഭാഗം ആയി വരുന്ന സമയത്ത് ഒന്ന് ചട്ടകം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങി വരും. ഇനി ഇത് നിങ്ങൾക്ക് ഓയിലോ പിന്നെ നെയ്യോ ഒന്നും ചേർക്കാണ്ട് തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ ചേർത്തിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ ഒന്നങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. നമ്മൾ മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കുക, പിന്നെ നമുക്ക് തീ കൂട്ടി വെക്കാം കേട്ടോ. ഒരുപാട് കൂട്ടുകയല്ല, എന്നാലും ഒരു പാകത്തിന് തീ ആക്കി വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാകുമ്പോൾ കുറച്ചൊരു മൊരിഞ്ഞ ഒരു ടൈപ്പാവും നമുക്ക് കിട്ടുക. അപ്പോൾ 2 ഭാഗം ഒന്നായി വരുന്ന സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചപ്പാത്തി എന്ന് പറയൂല കേട്ടോ. ചപ്പാത്തിൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ല, തേങ്ങാപ്പാലിൻ്റെയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനും തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അത്. ഇപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് തീ നിങ്ങൾ കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ദോശ പോലെ ഹോളുകളായിട്ട് വരും. അപ്പോൾ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് തവ വേണമെന്നില്ല, പാനായാലും സാധാരണ നമ്മൾ ദോശക്കല്ലായാലൊക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. 2 ഭാഗം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ഓയിലൊന്നും വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നെയ്യൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇറച്ചിക്കറി, ചിക്കൻ കറി, വെജിറ്റബിൾസിൻ്റെ എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചാൽ മാവ് കുഴച്ച് പരത്തേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റ് ആവും, വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തേങ്ങാപ്പാലിലാവുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയമാണ് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക്
ഇത് തവയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ എല്ലാം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.